അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബോയയുടെ ഒരു വയർലെസ് മൈക്രോഫോൺ സിസ്റ്റമാണ്. എന്ന് പറയാൻ കാര്യം ഇത് 2 ഐറ്റം കൂടെ ചേർന്നിട്ടുള്ളതാണിത്. അപ്പം നിലവിലെ ബിഗിനേഴ്സിന് പറ്റിയ ഒരു കുഞ്ഞൻ പ്രോഡക്റ്റാണ്. ഇതിനെന്ന് പറഞ്ഞാൽ MRP 2299 രൂപയാണ്. നമ്മൾ ആ ഒരു പ്രൈസിന് തന്നെയാണ് മേടിച്ചത്. വലിയ വിലക്കുറവൊന്നുമില്ല. വയർലെസ് മൈക്രോഫോണിൽ ബോയ തന്നെയാണ് ഈ റേഞ്ചിൽ ഏറ്റവും മികച്ചതായിട്ടുള്ളത്. പിന്നെ മേലോട്ടൊക്കെ ഉണ്ട്, ക്വാളിറ്റി കൂടി എന്തോ ഉണ്ട്, പക്ഷേ അതിന് വിലയും കൂടുതലാണ്. ഈ ഒരു വിലക്കത്തെ ഒരു പ്രോഡക്റ്റാണിത്. അപ്പം ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് VY-V10 എന്നാണ് ഈ മോഡൽ നെയിം വരുന്നത്. സെപ്പറേറ്റ് നോയ്സ് റിഡക്ഷൻ ബട്ടണൊക്കെ ഉണ്ട്. നമുക്കത് പ്രസ് ചെയ്ത് വോയിസ് റിഡക്ഷൻ ആക്ടിവേറ്റ് ചെയ്യാം. സ്യൂട്ടബിൾ ഫോർ ഡിവൈസ് വിത്ത് USB-C പോർട്ട്. ഇത് 2 ടൈപ്പ് വരുന്നത്. ഒന്ന് നമ്മുടെ ലൈനിങ് പോർട്ടും പിന്നെ C പോർട്ട്. ലൈനിങ് പോർട്ട് എന്ന് പറയുമ്പോൾ അത് V1 എന്നും വരും, എന്ന് പറയുമ്പോൾ V10 എന്നും വരും. പ്രൊഫഷണൽ ഓഡിയോ സൊല്യൂഷൻ, അതായത് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അൾട്രാ കോമ്പാക്ട് 2.4 GHz വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. പിന്നെ ഒമ്നി ഡയറക്ഷൻ സൗണ്ട് പിക്കപ്പ്, ചാർജ് Type-C ചാർജിംഗ് പോർട്ട്, 500 വയർലെസ് ട്രാൻസ്മിഷൻ, മൈക്രോഫോൺ മ്യൂട്ട് കൺട്രോൾ, 360 റൊട്ടേറ്റിംഗ് ബാക്ക് ക്ലിപ്പ്, ഹൈ പെർഫോമൻസ് നോയ്സ് റിഡക്ഷൻ, സ്പീക്കർ പേ വിത്ത് RX പ്ലഗ്, 9 hour റൺ ടൈം, ഓട്ടോമാറ്റിക് പെയറിംഗ്. വളരെ ഫാസ്റ്റ് പെയറിംഗ് ആണെന്നൊക്കെയാണ് ഇത് പറയുന്നത്. നമുക്ക് നോക്കാം. സംഭവം ആദ്യം ഒന്ന് ഡീറ്റെയിൽ ഒക്കെ എന്ന് പറയാം. ഇപ്പോൾ വരുന്നത് നല്ല ഒമ്നി ഡയറക്ഷൻ വയർലെസ് മൈക്രോഫോൺ ആണ്. ഇത് ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട്. ഇത് ആൻഡ്രോയിഡ് ഫോണിനും USB Type-C വരുന്നതിന് ഉപയോഗിക്കാം. പിന്നെ വ്ളോഗ് ചെയ്യാം, സോഷ്യൽ മീഡിയ, യൂട്യൂബ് കണ്ടന്റ് ചെയ്യാം. റീചാർജബിൾ ബാറ്ററിയാണ്. 50 മീറ്ററാണ് റേഞ്ച് വരുന്നത്. പിന്നീടെന്ന് പറയുന്നത് സ്ട്രീം ചെയ്യാം, വീഡിയോ കോൺഫറൻസ്, സിംഗിങ്, ഗെയിമിംഗ് എല്ലാത്തിനും യൂസ് ചെയ്യാം. ടൈപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഫീച്ചർ ക്ലിപ്പ് ഉണ്ട്, മ്യൂട്ട് ഫംഗ്ഷൻ ഉണ്ട്, നോയ്സ് റിഡക്ഷൻ ഉണ്ട്. ബ്ലാക്ക് കളറാണ് വരുന്നത്. 360 ഡിഗ്രി ഇത് പിക്ക് ചെയ്യാനുള്ള ഒമ്നി ഡയറക്ഷൻ ബിൽറ്റ്-ഇൻ മൈക്കാണുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പെയർ ചെയ്യും. പ്ലഗ് ആൻഡ് പ്ലേ യൂസ് ആണ്. ഓഡിയോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 360 ഡെസിബിളാണ്. വെയിറ്റ് വരെ 20 ഗ്രാമേ ഉള്ളൂ. ഇംപെഡൻസ് 250 Ohm ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ 5.5 × 3 × 2 സെൻറ്റിമീറ്റർ ആണ്. ബാറ്ററി പവർഡാണ്. ലിഥിയം ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. മെറ്റീരിയൽ മെറ്റലാണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 80 ഡെസിബിളാണ്. പിന്നെ നമ്പർ ഓഫ് ചാനൽ 1 ഫ്രീക്വൻസി റെസ്പോൺസ് 2.4 GHz. നോയ്സ് ലെവൽ 80 ഡെസിബിൾ. ഇതിന് മറ്റൊരു മോഡൽ വരുന്നുണ്ട് B20. അതാകുമ്പോൾ 2 എണ്ണം വരും നമുക്ക്. പക്ഷേ ഇപ്പം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നവർക്ക് അതായിരിക്കും നല്ലത് കുറച്ചുകൂടെ. അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മേടിച്ച് ഒരെണ്ണം വർക്കായിട്ട് ഒരെണ്ണം വേണം മാത്രമെങ്കിലും വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഒരെണ്ണം 3000 സംതിങ് അല്ല വരുന്നത്. 3200 അങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാലും മറ്റേ ഒരെണ്ണം വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് 9 മണിക്കൂർ കിട്ടും പെർ ചാർജിന്. 95 mAh ബാറ്ററിയാണ്. പിന്നെ അൺബോക്സ് ചെയ്ത് നമുക്ക് 2 ഇയർ വാറണ്ടി കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കാണ് 2 ഇയർ വാറണ്ടി ഉണ്ട്. USB to Type-C ചെറിയൊരു കേബിളുണ്ട്, ചാർജിങ് കേബിൾ. അതിൻ്റെ XR ഗൈഡുണ്ട്. അൺബോക്സ് ഉള്ളത് യൂഷ്വൽ. ഇതാണ്ട് ക്ലിപ്പ്, ഇത് മൈക്ക്, ഇത് പവർ ബട്ടൺ, ഇത് നോയ്സ് റിഡക്ഷൻ്റെ ബട്ടൺ, ഇവിടെ എൻ്റെ ലൈറ്റ്, ഇതിൻ്റെ ക്ലിപ്പ്. ഇത്രയാണ് ഇത് നമ്മുടെ Type-C പോർട്ടിൽ തന്നെ സംഭവം. നമ്മുടെ അടുത്ത വീഡിയോ തൊട്ട് ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സംഭവം വളരെ സിമ്പിളാണ്, വളരെ ചെറുതാണ്. അപ്പോൾ നമ്മളിപ്പം മേടിച്ചൊരു ഫോണിന് 3.5 mm ജാക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത്. അപ്പോഴും അതിൻ്റെ ഉപയോഗത്തിന് കമൻറ്റിൽ ചോദിച്ചാൽ പറയാനായിരിക്കും എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.